പേരൻസിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല. ഈ കുട്ടിയുടെ ഡെലിവറി പേരൻസ് അറിഞ്ഞിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അറിഞ്ഞിരുന്നില്ല. ഈ പെട്ടെന്ന് മറയ്ക്കാനുള്ള ഒരു ശ്രമത്തിലാണോ താഴേക്ക് എറിഞ്ഞത്? പെട്ടെന്നുള്ള ഒരു പാനിക്കിലായിരിക്കാം. കുറച്ച് കഴിഞ്ഞിട്ടാണ് എറിഞ്ഞത്. ഒരു 3 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത്. ഈ പ്രസവം കഴിഞ്ഞ് ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. പെട്ടെന്ന് മറയ്ക്കാനുള്ള ഉദ്ദേശം തന്നെയായിരുന്നു എന്നാണ് കരുതുന്നത് അല്ലേ? അങ്ങനെ ഒരു പാനിക് ആയിരുന്നു. പക്ഷെ പാരന്റ്സ് ഇത് അറിഞ്ഞിട്ടില്ല. പാരന്റ്സ് അറിഞ്ഞിട്ടില്ല. പാരന്റ്സിന്റെ അറിവോടുകൂടി അല്ല ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്നതാണ് പ്രഥമാന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ കുട്ടിയുടെ കഴുത്തിൽ ഷാൾ കുരുങ്ങിടപ്പുണ്ടായിരുന്നല്ലോ, അതെന്താണെന്ന് വ്യക്തമാവുന്നുണ്ടോ? അത് നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ നമ്മൾ വ്യക്തമായി പറയാൻ സാധിക്കൂ. കാരണം ഈ കുട്ടി ജനിച്ചപ്പോഴേ ചാപിള്ളയാണോ അതോ മർഡർ ആണോ എന്നുള്ളതും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നമുക്ക് അത് സ്ഥിരീകരിക്കാൻ പറ്റും. മൈനർ അല്ല, 23 വയസ്സാണ് പ്രായം. പക്ഷെ അതിജീവിത ഈ ഒരു ആംഗിൾ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോ പേര് വിവരങ്ങൾ പുറത്തു പറയാൻ സാധിക്കില്ല. സർവൈവറിന്റെ മൊഴിയെടുപ്പിൽ നിന്ന് അങ്ങനെ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ ബാക്കി വ്യക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. ഇവർക്ക് വൈദ്യസഹായം അടക്കം നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണോ ഏർപ്പെടുത്തുന്നത്? ആ വൈദ്യസഹായവും അതിനെ തുടർന്ന് അറസ്റ്റും ബാക്കി ഫോർമാലിറ്റീസും ഉടനെ തന്നെ ചെയ്യുന്നു. പാരന്റ്സ് ഇൻവോൾവ് അല്ല. പാരന്റ്സ് അറിഞ്ഞിട്ടില്ല. ഏതിന്റെ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഇനിയും ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടിയിരിക്കുന്നു. അപ്പോ അത് അതിജീവിതയുടെ ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റെൻഡ് ഓഫ് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ ആ അക്യൂസ്ഡിന്റെ എക്സ്റ്റെൻഡ് ഓഫ് ഇൻവോൾവ്മെന്റ് എത്രയാണെന്നുള്ളത് അത് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. രക്ഷകർത്താക്കൾക്ക് അറിയില്ലായിരുന്നു. പാരന്റ്സിന് അറിയില്ലായിരുന്നു. കുട്ടിക്ക് എത്ര മാസം പ്രായമുണ്ട്? അങ്ങനെ ഒരു കണക്ക് ഉണ്ടോ? ഈ മരിച്ച കുട്ടിക്ക് എത്ര പ്രായം, ബോഡിക്ക് എത്ര മാസം പ്രായം? മരിച്ച കുട്ടി ഇന്ന് രാവിലെയാണ് പ്രസവം നടന്നത്, ഏകദേശം 5 മണിയോടെ. പിന്നെ 8 മണിക്കാണ് ഈ സംഭവം നടന്നത്. അതിനുശേഷം 3 മണിക്കൂർ വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. ഈ കുട്ടി ഡോർ ലോക്ക് ചെയ്തിട്ട് ബാത്റൂമിനുള്ളിലായിരുന്നു ഈ സംഭവം ഇൻസിഡന്റ് നടന്നത്. ബാൽക്കണി. ഏത് മാസമില്ല, ഇന്ന് രാവിലെയാണ്. 3 മണിക്കൂർ. അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ അത് പറയാൻ പറ്റുള്ളൂ. വീട്ടിനകത്തേക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് റോഡിലേക്ക് എറിഞ്ഞു. കുഞ്ഞിന്റെ അമ്മ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പാരന്റ്സിന്റെ കൂടെ തന്നെയാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. വിസിബിൾ അല്ലായിരുന്നു എന്നാണ് പാരന്റ്സ് പറഞ്ഞത്. അപ്പൊ അവർക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു എന്നാണ് നടന്നതിന് ശേഷമാണ് അവർ പോലും അറിയുന്നത് അല്ലേ? അതെ. വിക്ടിമിന്റെ സ്റ്റേറ്റ്മെന്റ് ലൈവ് ബർത്ത് ആണെന്നാണോ അതോ ചാപിള്ളയാണെന്നോ? അത് നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റൂ. അത് വെദർ ഇറ്റ് ഇസ് എ സ്റ്റിൽ ബോൺ ചൈൽഡ് ഓർ വെദർ ഇറ്റ് ഇസ് ലൈവ് ബേബി. അതാണ് ഞാൻ പറഞ്ഞത്. അത് ആ ഒരു ഭാഗം നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. കൺഫെഷനിൽ അത് പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഒരു ഷോക്കിലും പാനിക്കിലും ആണ് അതിജീവിതം ഇപ്പോൾ ഇരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ അത് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. അതെ. പറഞ്ഞിട്ടില്ല. അറസ്റ്റ് രേഖപ്പെടുത്തും ഉടൻ തന്നെ. അതെ, അതിജീവിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതാണ്. രണ്ട് ക്രൈമാണ്. പോലീസ് എത്തിയത് ബോഡി കണ്ടിട്ടാണ് എത്തിയത്. മെഡിക്കൽ ചെക്കപ്പ്, ബാക്കി പ്രൊസീജിയർ, അതുപോലെ തന്നെ ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം എല്ലാം അതിന്റെ പ്രൊസീജിയറൽ ഡിലേ ഇല്ലാതെ തന്നെ നടത്താൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു ടീം പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് പ്രഥമ ദൃഷ്ടിയാൽ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ അത് അതിജീവിതം പറയുന്നുണ്ട്. പാരന്റ്സും അത് തന്നെയാണ് കൊറോബറേറ്റ് ചെയ്തിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇരിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റിയിട്ടില്ല. അത് ഡീറ്റെയിൽസ് ഇനി ഫർദർ ഇൻവെസ്റ്റിഗേഷനിലെ പുറത്തു വരികയുള്ളൂ. ഇത് വിവാഹിതല്ല. ഇത്രയും നാളെ 10 മാസക്കാലവും അത് പൂർണ്ണമായും മറച്ചു വെച്ച് ഇവിടെ തന്നെ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതെ. ഇത് മർഡർ കേസായിരിക്കും. അതെ, മർഡർ കേസാണ്.